എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾ ഈ കാശിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ? ചില ആൾക്കാർക്ക് കാശിയിലോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോകാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹം ഉണ്ടാവും. കാശിയിൽ പോകണം, അയോധ്യയിൽ പോകണം, വൃന്ദാവനത്തിൽ പോകണം, മധുരയിൽ പോകണം, ചാർധാമിൽ ബദ്രിനാഥ്, ഋഷികേശ്, ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ് ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ പറയും, എന്തിനാ ഇപ്പോഴേ പോകുന്നത്? അതൊക്കെ ഇപ്പോഴേ പോകേണ്ടതാണോ? ഈ ചെറുപ്രായത്തിലാണോ പോകേണ്ടത്? ഇത് പ്രായമായപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളും കഴിഞ്ഞിട്ട് അവസാന നിമിഷത്തിൽ പോകേണ്ടുന്ന സ്ഥലങ്ങളാണ് ഇത് എന്ന വിധത്തിലാണ് പലരും പറയുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായി പറയാം. ഞാനിപ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ 6 തവണ കാശിയിൽ പോകാനുള്ള സൗഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം എൻ്റെ ഭാര്യ 2ാം തവണയാണ് എന്നോടൊപ്പം കാശിയിലേക്ക് വരുന്നത്. എൻ്റെ ഇളയ മകള്, അവൾ +2 പഠിക്കുകയാണ്. ഇപ്രാവശ്യം എന്നോടൊന്നിച്ച് കാശിയിലേക്ക് വരികയാണ്. എന്നോടൊന്നിച്ച് കഴിഞ്ഞ തവണ വരുന്ന അവസരത്തിൽ ഒരു 10 വയസ്സുള്ള കുട്ടിയടക്കം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാശിയിലേക്ക് പോകേണ്ടത് പ്രായമായതിന് ശേഷമല്ല. കാരണം നമ്മൾക്ക് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഒരാൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ നല്ല വിധത്തിൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ പോയിട്ട് എന്താ ഗുണമുള്ളത്? നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ പുണ്യമായിട്ടുള്ള ആ ഭൂമിയിൽ കാല് കുത്തുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി ആസ്വദിക്കണമെങ്കിൽ അതിനുള്ള കഴിവുകളൊക്കെ നമുക്കുണ്ടാവണം. അതൊക്കെ നശിച്ചതിന് ശേഷം ഈ പുണ്യസ്ഥലങ്ങളിൽ വേസ്റ്റായിട്ട് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ, കാശിയിൽ പോയി കഴിഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആ വെളിയിലേക്ക് ട്രെയിനിൽ നിന്ന് കാല് വെളിയിലേക്ക് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദമുണ്ടാകും. ഞങ്ങളുടെ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഞങ്ങൾ പോകുന്നത് തീർത്ഥയാത്രയായിട്ടാണ്. ഇപ്രാവശ്യം 50 പേരുണ്ട്. അടുത്ത പോകുന്ന യാത്രയിൽ നിലവിലിപ്പോൾ 60ഓളം പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം വെച്ചാൽ, നമ്മൾ വളരെ ലളിതമായ യാത്ര എന്ന് വെച്ചാൽ ചുരുങ്ങിയ ചെലവിലാണ് യാത്ര ചെയ്യുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള യാത്രയാണ്. 15,000 രൂപയാണ് നമ്മുടെ യാത്രയുടെ ചാർജ്. അപ്പോൾ ആ 15,000 രൂപയുടെ യാത്രയിൽ നമ്മൾ പോകുന്ന വെച്ചാൽ വെറുതെ ഒരു ക്ഷേത്രത്തിൽ പോയി എത്തി നോക്കിയിട്ട് വരുന്നൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യാറേ ഇല്ല. എത്തി നോക്കിയിട്ട് വരിക. പലരും ചെയ്യുന്ന വെച്ചാൽ, കാശിയിൽ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട് കാശിയിൽ. എന്താ കണ്ടത്? അവിടെ വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി ഗംഗാ ആരതി കണ്ടു, ഗംഗയിൽ യാത്ര ചെയ്തു, അവിടെ ബലികർമ്മം ചെയ്തു, തീർന്നു. ശരിക്കും അവിടെ കാശിയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ആ കാശി വിശ്വനാഥനെ ചുരുങ്ങിയത് ഒരു 4 ദിവസമെങ്കിലും നിർമ്മാല്യ ദർശനം ഉണ്ടാവും. കാരണം പുലർച്ചെ 4 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ്. ആ സമയത്താണ് ആ വിശ്വനാഥൻ്റെ അവിടെ ഇരുന്നും കൊണ്ട് നമ്മൾക്ക് സ്വയം പൂജ ചെയ്യാനുള്ള, ആലിംഗന പൂജ അടക്കം ചെയ്യാനുള്ളൊരു സൗഭാഗ്യമാണ്. അത് നമ്മളൊന്നിച്ച് വരുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് അതിനുള്ളൊരു അവസരം അവിടെ കിട്ടുന്നുണ്ട്. അത് 1-2 ദിവസമല്ല, ചില ആൾക്കാർ 5 ദിവസങ്ങളോളം ഇത് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ താമസിക്കുന്നത് ഈ വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നാണ്. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എത്ര തവണ വേണമെങ്കിലും ക്ഷേത്രത്തിൽ പോകാം. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ നിരവധി തവണ തൊഴാനുള്ളൊരു സൗഭാഗ്യം നമ്മുടെ യാത്രയിൽ വരുന്നവർക്കുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, അതിനോട് ചേർന്നിട്ട് അവിടെ തന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വതവേ ഈ കാശി തീർത്ഥയാത്രയിലേക്ക് പോകുന്ന ആൾക്കാർ പലരും കാണാത്ത സ്ഥലങ്ങളാണ്. അവിടെയാണ് പശുപതിനാഥ ക്ഷേത്രം. നേപ്പാളിൽ പശുപതിനാഥ ക്ഷേത്രമുണ്ട്. അതിൻ്റെ അതേ ക്ഷേത്രം ഇവിടെ ഈ കാശിയിലുണ്ട്. അത് എത്ര ആൾക്കാർ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ തൊഴാറുണ്ട്. അതുപോലെയാണ് സങ്കടമോചൻ ഹനുമാൻ സ്വാമി ക്ഷേത്രം. ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും പ്രധാനമായിട്ടൊരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ ത്രിദേവ് ക്ഷേത്രമുണ്ട്. അതിനടുത്ത് തന്നെ ദുർഗാ ക്ഷേത്രമുണ്ട്. സത്യനാരായണ തുളസി മന്ദിരമുണ്ട്. ഇതൊക്കെ നല്ല നല്ല കാണാനുള്ളൊരു ക്ഷേത്രങ്ങളാണ്. ഇതുകൂടാതെ നമ്മുടെ ദുരിത നിവാരണത്തിന് തൊഴാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കാലഭൈരവൻ്റെ ക്ഷേത്രം. അവിടെ നമുക്ക് തൊഴാൻ പറ്റും. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടുള്ള സാരനാഥ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് വരാഹി ക്ഷേത്രം. വരാഹി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി പോകുന്ന ദിവസം, ഞാൻ ഈ മറ്റന്നാൾ മുതൽ അങ്ങോട്ട് പോവുകയാണല്ലോ. എന്ന് വെച്ചാൽ
സെപ്റ്റംബർ 14-ാം തീയതിയാണ് നമ്മുടെ യാത്ര നടത്തുക. ആ യാത്രയിൽ വരാഹി ക്ഷേത്രത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. വീഡിയോ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, എന്നാലും പറയാന്ന് വെച്ചാൽ അത് ഭൂമിക്കടിയിലാണ്. നമ്മളെല്ലാ ക്ഷേത്രത്തിലും നമുക്ക് ഇങ്ങനെ നേർക്ക് തന്നെ നിന്നിട്ട് കൈകൂപ്പി തൊഴാൻ പറ്റും. പക്ഷേ വരാഹിയിൽ അങ്ങനെയല്ല. വരാഹി എന്ന് പറഞ്ഞാൽ പന്നിയാണല്ലോ, അപ്പോൾ അത് ഭൂമി തുരന്നിട്ട് ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ അവിടെ കിടന്നിട്ടോ അല്ലെങ്കിൽ മുട്ടുകൂത്തിയിട്ട് ഭൂമിക്കടിയിലേക്ക് ഒരു ചെറിയൊരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിനുള്ളിൽ കൂടി നോക്കിയാലാണ് ആ വരാഹി ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുക. ഇത് കാശിയിലുള്ള ഒരു പ്രത്യേക ക്ഷേത്രം അത്. അപ്പോൾ ആ വരാഹി ക്ഷേത്രം നമുക്കുണ്ട്, വിശാലാക്ഷി ക്ഷേത്രമുണ്ട്, കേദാരേശ്വര ക്ഷേത്രമുണ്ട്, അങ്ങനെ പിന്നെ ഒരുപാട് ക്ഷേത്രം പറഞ്ഞാൽ ഒടുങ്ങാത്ത അത്ര ക്ഷേത്രമുണ്ട്. ബൃഹസ്പതിക്ക്, ഗുരുവായൂരിലെ ബൃഹസ്പതിക്കുള്ള ക്ഷേത്രം അവിടെയുണ്ട്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ നമുക്ക് അവിടെ തൊഴാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് തൊഴുന്നു മാത്രമല്ല, ഗംഗാ ആരതി എത്ര തവണ വേണമെങ്കിലും കാണാനുള്ള സൗകര്യം നമുക്കുണ്ട്. അവിടെ 2 ഘാട്ടിലാണ് ഈ പറയുന്ന ഗംഗാ ആരതി നടക്കുന്നത്. രാവിലെ അസി ഘാട്ടിലും അതുപോലെ തന്നെ രാത്രി ദശമസ് ഘാട്ടിലുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാനുള്ളതാണ് മണികർണിക ഘാട്ട്. ഒരുപാട് 84 ഘാട്ടുണ്ട്. ഈ ഘാട്ട് എന്ന് പറഞ്ഞാൽ കുളിക്കടവ് എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ കർമ്മം ചെയ്യാനുള്ള കടവ് അത്. അതുപോലെ തന്നെ ഹരിചന്ദ്ര ഘാട്ടും മണികർണിക ഘാട്ടിലുമാണ് ശവദഹനം നടക്കുന്നത്. 24 മണിക്കൂർ ശവദഹനം നടക്കുന്ന സ്ഥലമാണ് മണികർണിക. അതെന്ന് വെച്ചാൽ ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ അല്പം ഇടത്ത് ഭാഗത്തേക്ക് മാറിയിട്ടാണ് അതുള്ളത്. അപ്പോൾ അത്രയും പലതരത്തിലുള്ള കാര്യങ്ങൾ, ഒരു ദിവസം 2 ദിവസമല്ല, നമ്മൾ കാശി തന്നെയാണ് താമസിക്കുക. അവിടെ നിരവധി ദിവസം താമസിച്ചുകൊണ്ട് ആ കാശിയെ അറിയാൻ പറ്റുന്നൊരു അവസരമാണ് നമ്മുടെ യാത്രയിലുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ചെവി കേൾക്കാത്ത ആൾക്കാരും കണ്ണ് കാണാത്ത ആൾക്കാരും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, അതാണ് കൊണ്ട്. പക്ഷെ പുണ്യസ്ഥലങ്ങൾ ടൂറിസ്റ്റുകളെ പോലെ പോയി കാണരുത്. നമ്മളിപ്പോൾ അവിടെ കാശിയിലെത്തിക്കഴിഞ്ഞാൽ ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഗംഗയിലൂടെ ഒരു ബോട്ട് യാത്ര. അതുപോലെ അവിടെ ചെയ്യുന്ന ബലികർമ്മം, കാരണം എനിക്ക് തോന്നുന്നത് കാശിയിൽ ഇത്ര ഭംഗിയായിട്ട് ബലികർമ്മം ചെയ്യുന്ന ഒരാളുണ്ടോ എന്നുള്ളതാണ്. അവിടെ ഒരു തമ്പുസ്വാമി എന്ന് പറയുന്ന ഒരാളാണ്. എത്ര മനോഹരമായിട്ട്, ഞാൻ പല സ്ഥലത്തും ബലികർമ്മത്തിന് സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ശബരിമലയല്ല, പല സ്ഥലത്ത് നമ്മൾ ഇപ്പം ഗയയിലടക്കം ഞങ്ങൾ പോയ സമയത്ത് ബലികർമ്മം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭംഗിയായിട്ടൊരു ബലികർമ്മം ചെയ്യുന്നൊരു വ്യക്തി ഭൂമിയിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്ര നല്ലതാണ് തമ്പുസ്വാമി എന്ന് പറയുന്നത്. നമ്മുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ നമ്മൾക്ക് ബലികർമ്മം ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ ഈ 84 ഘാട്ടിലൂടെയുള്ള യാത്ര. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് ഗംഗയിൽ വെള്ളം കയറി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ 84 ഘാട്ടിലൂടെ നമുക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഈ യാത്രയിൽ തന്നെയാണ് നമ്മൾ അയോധ്യയിലേക്ക് പോകുന്നുണ്ട്. അയോധ്യയിൽ പോയി കഴിഞ്ഞാലും അവിടെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. എത്തി നോക്കലല്ല, ശരിക്കും നമ്മൾ തൊഴുതിട്ട് തന്നെയാണ് എല്ലാ സ്ഥലത്തും വരിക. അതോടൊപ്പം തന്നെയാണ് നമ്മൾ പ്രയാഗയിലേക്ക് പോകുന്നത്. പ്രയാഗയിലും ത്രിവേണി സംഗമമാണ്, 3 ഗംഗ, യമുന, സരസ്വതി നദികളുടെ ഇത്. അപ്പോൾ സരസ്വതി നദി ഭൂമിക്കടിയിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് അതിലേക്ക് സംഗമിക്കുന്ന ഒരു കേന്ദ്രമാണ് പ്രയാഗ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ പോകുന്നു. അങ്ങനെ എല്ലാം കൂടിയിട്ട് നമ്മൾ പുറപ്പെടുന്ന ദിവസം മുതൽ 12ാമത്തെ ദിവസമാണ് നമ്മൾ തിരിച്ചെത്തുക. പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ളൊരു യാത്ര. അപ്പോൾ അതിന് ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. അതിനിടയിലുള്ള ചില വിശേഷങ്ങളൊക്കെ ഞാനിവിടെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടും എന്തായാലും പറ്റുന്ന സമയം നോക്കിയിട്ട്. കാരണം എല്ലാവരും നിയന്ത്രിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ സമയം നമ്മൾക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടൽ കുറവായിരിക്കും. ഏതായാലും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം വെച്ചാൽ, കാശി യാത്ര പുണ്യയാത്രയാണ്. ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ആ ദിവ്യ ചൈതന്യത്തെ അടുത്തറിയണം. ആ ആനന്ദകരമായൊരു അന്തരീക്ഷത്തിൽ അല്പനേരം നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും ശരിയായ സ്വർഗം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ളതാണ്. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ കുശുമ്പോ പൊന്നായ്മയോ അസൂയോ അതുപോലെ തന്നെ ആർത്തിയോ ഒന്നും ഉണ്ടാവരുത്. പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ ലയിക്കുക. മറ്റുള്ളവരുടെ പരദൂഷണം പറഞ്ഞുകൊണ്ടോ കുറ്റങ്ങളും കുറവുകളും പലർക്കും കാണും, അതൊന്നും നമ്മൾ പറയാതെ പൂർണ്ണമായിട്ടും ഭഗവത് നാമം ഉച്ചരിച്ചു കൊണ്ടുള്ള യാത്രയാണ് വേണ്ടത്. പിന്നെ ഏറ്റവും അവസാന ദിവസം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 12 തിരിച്ചു വരുന്നതിൻ്റെ ഏറ്റവും ആ ദിവസം നമ്മൾ വെച്ചാൽ അവിടെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് ഒരുപടി സാധനങ്ങൾ, കാശിയിലുള്ള സാധനങ്ങൾ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമല്ല. അപ്പം അതിൽ പ്രസാദങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സാരികൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബനാറസ് പട്ട് സാരികൾ ഏറ്റവും ചുരുങ്ങിയ, കാരണം ബനാറസ് എന്നുള്ളത് കാശിയുടെ മറ്റൊരു പേരാണ്. ബനാറസ്, വാരണാസി, കാശി ഇത് 3ഉം ഒരു സ്ഥലമാണ്, വ്യത്യസ്തമായ പേരെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബനാറസ് പട്ടിൻ്റെ കേന്ദ്രമാണ് എന്ന് വെച്ചാൽ നമ്മളെ ഈ നാട്ടിൽ 1000-1500 രൂപയുടെയൊക്കെ സാരി അവിടെ കേവലം ഒരു 100 രൂപ 150 രൂപക്കൊക്കെ അവിടെ കിട്ടും എന്നർത്ഥം. അതുകൊണ്ട് ഞാനിപ്പം ഈ 6 തവണ പോയ സമയത്ത് കണ്ടതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒന്നിച്ചുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിരവധി സാരികളൊക്കെ വാങ്ങിക്കൊണ്ടുവരും.
ഇത് മാത്രമല്ല എല്ലാ സാധനവും നമ്മളെ നാട്ടിലേക്കാളും പൈസ കുറവാണ്. പച്ചക്കറികൾ പോലും, നാടൻ പച്ചക്കറികൾ പോലും, അവിടുത്തെ നാടൻ പച്ചക്കറികൾ പോലും ചെറിയ പൈസക്ക് അവിടെ ഫുട്പാത്തിൽ ഉണ്ടാവും, വെക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലം, പുണ്യസ്ഥലമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും കാശി യാത്ര ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ ഇതിലേറെ ആനന്ദം ഉണ്ടാക്കുന്നതാണ്. ഏതായാലും ഞാനിപ്പം ഈ ഒരു വിശേഷവുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്, തൊട്ടടുത്ത് തന്നെ നമ്മുടെ യാത്രയിലുള്ള വിശേഷങ്ങൾ പരമാവധി ഇതിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.